ഞങ്ങൾ NCP നേതൃത്വം ആലപ്പുഴ ജില്ലയിലെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പല പല സംഘടനാ പ്രശ്നങ്ങളിലും പാർട്ടിയുമായിട്ട് ഇടഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ സംഘടനയിൽ MLA സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ MLAക്കെതിരെ നടപടിയില്ല. പാർട്ടി പ്രവർത്തകർ എന്തെങ്കിലും പറഞ്ഞാൽ പാർട്ടിയുടെ നേതാക്കന്മാർക്കെതിരെ നടപടിയെടുക്കുക. ആ ഒരു സിസ്റ്റമാണ് ഇന്ന് NCP നടന്നുകൊണ്ടിരിക്കുന്നത്. NCP സംബന്ധിച്ചിടത്തോളം ആൾക്കാർ വരുന്നതല്ല അവർക്ക് പ്രശ്നം, എത്ര പേര് പോകുന്നു മാത്രമാണ് അവർ നോക്കുന്നത്. കാരണം ആൾക്കാർ പോകുന്തോറും അവരുടെ സൗകര്യങ്ങളിലും അവരുടെ ഈ പറഞ്ഞ അധികാരങ്ങളും അവകാശങ്ങളിലും കൂടുതൽ കിട്ടും എന്നുള്ളതാണ് അവർക്ക് ഒന്ന്. രണ്ട്, എല്ലാ മാധ്യമങ്ങളിലും വന്നു ഞങ്ങൾ പാർട്ടി വിടുന്നു, അത് ജോസഫ് ഗ്രൂപ്പിലോട്ട് പോകും. അങ്ങനെ ജോസഫ് ഗ്രൂപ്പ് എന്നുള്ളത് UDFലെ ഞങ്ങളെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ആൾക്കാർ ഞങ്ങളിപ്പോൾ 2-3 ഗ്രൂപ്പായിട്ട് സംസാരിച്ചു. ജോസഫ് ഗ്രൂപ്പോട് സംസാരിച്ചു, കാപ്പനോട് സംസാരിച്ചു, RSPയോട് സംസാരിച്ചു. അപ്പോൾ ഇവർക്ക് ഞങ്ങളെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന പാർട്ടി ആരാണോ, ഞങ്ങളുടെ ഈ കഴിഞ്ഞ കാലങ്ങളിലെ പ്രശ്നങ്ങൾ പറഞ്ഞ് അതിന് പരിഹാരമുണ്ടാക്കി മുമ്പോട്ട് പോകാൻ എപ്പോൾ സാധിക്കും എന്ന് ഞങ്ങൾക്ക് തോന്നലുണ്ടായാൽ ഞങ്ങൾ ആ തീരുമാനങ്ങളിൽ പോകും. ആ തീരുമാനം അനുസരിച്ച് ഞങ്ങൾ 20-ാം തീയതിക്ക് മുമ്പ് ഈ പാർട്ടികളിൽ ഒരു പാർട്ടിയിൽ ലയിക്കുന്നതായിരിക്കും. ഒരു ലയന സമ്മേളനം അതിനുശേഷം നടത്തുന്നതായിരിക്കും. കുട്ടനാട് സീറ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ സീറ്റ് റജി ചെറിയാൻ എന്ന് പറയുന്ന വ്യക്തി പാർട്ടിയിൽ വന്നതിന് ശേഷം റജി ചെറിയാനോ NCPയുടെ സംസ്ഥാന നേതൃത്വം എങ്ങും റജി ചെറിയാൻ്റെ സീറ്റ് പറഞ്ഞിട്ടില്ല. റജി ചെറിയാന് കുട്ടനാട് സീറ്റ് ഉറപ്പിച്ചതാരാ, പറഞ്ഞതാരാ? ഈ തോമസ് കെ തോമസ്. കാരണം ഞാൻ വന്നതിന് ശേഷം പുള്ളി തന്നെ ചിന്തിച്ചു ഞാൻ ഇതിനു വേണ്ടി വന്ന വ്യക്തിയാണ്. ഞാൻ കുട്ടനാട്ടിൽ ഇറങ്ങി നടക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് അതുമായിട്ട് യോജിപ്പിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ ഒരു സംഘടനയോട്ട് ഏത് സംഘടനയോട്ട് പോയാലും ആ സംഘടന നേതൃത്വം എന്ത് തീരുമാനിക്കുന്നു. നാളെ ഞാൻ റജി ചെറിയാനാണെങ്കിൽ ആ നേതൃത്വം പറഞ്ഞാൽ റജി ചെറിയാനായിരിക്കും. അതല്ലെങ്കിൽ എന്നേക്കാൾ കഴിവുള്ളതോ ജയിക്കുമെന്ന് ഉറപ്പുള്ള വേറൊരാണെങ്കിൽ ആ ആള് അതിൽ കൂടെ ഞങ്ങൾ നിൽക്കും. അപ്പോൾ ഞങ്ങൾ NCPയിൽ നിന്ന് ഇത്രയും കാലം പ്രവർത്തിച്ചതെന്ന് നോക്കിയല്ലോ. അങ്ങനെ തോമസ് കെ തോമസോ അല്ലെങ്കിൽ 4 പേരോ പറഞ്ഞാൽ അങ്ങനെ ആവില്ലല്ലോ. കാരണം നേതൃത്വം തീരുമാനം എടുക്കണ്ടേ. ആ തീരുമാനങ്ങൾ ഞങ്ങൾ പോകുന്ന പാർട്ടി എടുക്കും. ആ തീരുമാനത്തിനനുസരിച്ച് ഞങ്ങൾ നിൽക്കും.